നമസ്തേ. ശ്രീ മഹാദേവ്യേ നമ. ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ലളിത സഹസ്രനാമത്തിലെ 48ാമത്തെ നാമമായ മഹാലാവണ്യ ശേവധി എന്ന നാമത്തെക്കുറിച്ചാണ്. ആ നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. മഹത്തായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ, അതുമല്ലെങ്കിൽ അഭൗമമായ സൗന്ദര്യത്തിൻ്റെതായ ശേവധിയാണ് അല്ലെങ്കിൽ നിധിയാണ് ദേവി എന്നുള്ളത്. ഇവിടെ ഭഗവതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. സ്ഥൂലരൂപ വർണ്ണനയിൽ വരുന്ന നാമം തന്നെയാണ് ഇത്. നമുക്കറിയാം, ശേവം എന്നാൽ നിധി അല്ലെങ്കിൽ ധനം എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ സൗന്ദര്യത്തിൻ്റെ, ലാവണ്യത്തിൻ്റെ അല്ലെങ്കിൽ അഴകിൻ്റെ ഒരു നിധിയാണ് ദേവി എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് വാഗ്ദേവതമാര്. നിധി, നിക്ഷേപം, ഈ സ്വർണത്തിൻ്റെ, രത്നത്തിൻ്റെ ഒക്കെ നിക്ഷേപത്തെ സാധാരണയ്ക്ക് നമ്മൾ നിധി എന്ന് പറയാറുണ്ട്. നിധിപതി എന്ന് പറയുമ്പോൾ കുബേരനേക്കാളും ധനമുള്ള ഏത് വിധത്തിലുള്ള ധനവും ദേവിയുടെ അടുത്തുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മറ്റൊരു വിധത്തിൽ പറയാം, എല്ലാ സൗന്ദര്യത്തിനും ഇരിപ്പിടം ദേവിയാണ് എന്ന് പറയാം. സുന്ദരമായ വസ്തുക്കൾക്ക് അതിൻ്റെ സൗന്ദര്യം ദേവിയിൽ നിന്ന് ലഭിച്ചതാണ് എന്നീ നാമത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, എല്ലാ സൗന്ദര്യത്തിനും ഇരിപ്പിടം ദേവിയാണ്. മറ്റൊന്ന്, ഏതൊക്കെ സുന്ദരമായ വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾക്കെല്ലാം സൗന്ദര്യം ലഭിച്ചിരിക്കുന്നത് ദേവിയിൽ നിന്നാണ്. കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സൗന്ദര്യ ലഹരിയിലെ ആചാര്യസ്വാമികളുടെ 12ാമത്തെ ശ്ലോകം കൊണ്ട്. ആ ശ്ലോകത്തില് ഭഗവതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത് അതിമനോഹരമായ പദങ്ങളിലൂടെയാണ്. മനോഹരമായ ശ്ലോകമാണ് അത്. ആ ശ്ലോകം ഒന്ന് കേൾക്കൂ. ത്വദീയം സൗന്ദര്യം തുഹിനഗിരി കന്യേ തുലയിതും കവീന്ദ്രാകൽപ്പന്തേ കഥമപി വിരിഞ്ചി പ്രഭൃതയ യദാ ലോകൗത്സുഖ്യാദമരലലനായാന്തി മനസാ തപോഭിർദുഷ്പ്രാപാമപി ഗിരിശസായൂജ്യ പദവിം. ഇവിടെ ഭഗവതിയുടെ സൗന്ദര്യം, തൃതീയം സൗന്ദര്യം എന്നാണ്. അല്ലയോ ഭഗവതി, നിന്റെ സൗന്ദര്യത്തെ ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത് ഹിമവൽ പുത്രി പാർവതി എന്നാണ്. അപ്പോ അല്ലയോ ഹിമവൽ പുത്രി, നിന്റെ സൗന്ദര്യത്തെ ഒന്നു താരതമ്യം ചെയ്യുവാൻ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനോട് ഉപമിക്കുവാൻ, കവീന്ദ്ര എന്ന് പറഞ്ഞാൽ ഇത് ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള കവിശ്രേഷ്ഠന്മാര് എത്ര ശ്രമിച്ചിട്ടും വളരെയധികം പാടുപെട്ടിട്ടും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആലോചിച്ചു നോക്കണം. ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള കവിശ്രേഷ്ഠന്മാര് പോലും വളരെയധികം പരിശ്രമിച്ചിട്ടും അവർക്ക് ഭഗവതിയുടെ സൗന്ദര്യത്തെ മറ്റൊരു വസ്തുവിനോട് താരതമ്യം ചെയ്ത് വർണ്ണിക്കുവാൻ സാധിച്ചിട്ടില്ല. ആ അവസരത്തിലാണ് യഥാ ലോകൗത്സുഖ്യാദമരലലനായ അന്തിമനസാ എന്നാണ്. അതായത് ഭഗവതിയുടെ, പാർവതിയുടെ സൗന്ദര്യത്തെ ഒരു നോക്കു കാണുവാൻ അല്ലെങ്കിൽ ഒന്ന് കണ്ട് ആസ്വദിക്കുവാനുള്ള ഔത്സുക്യത്തോടുകൂടി, താല്പര്യത്തോടുകൂടി
സ്വർഗത്തിലെ നർത്തകിമാരായ സുന്ദരിമാരായിരിക്കുന്ന ഊർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയിട്ടുള്ള ആ നർത്തകിമാര് ആലോചിച്ചു നോക്കണം. തപോഭിർദുഷ്പ്രാപാം അഭിഗിരിശ സായുജ്യ പദവീം എന്നാണ്. അതായത് വളരെയധികം കഠിനങ്ങളായ തപസ് ചെയ്താൽ പോലും സായുജ്യം അഥവാ ഫലം ഒക്കെ ലഭിക്കാത്ത മഹാദേവന്റെ സായുജ്യത്തെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാല് യാന്തി മനസാ, മനസ്സുകൊണ്ട് അവര് ആ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാം, പാർവതി യുടെ സൗന്ദര്യം ശരിക്കും അല്ലെങ്കിൽ പൂർണ്ണമായും കണ്ട് ആസ്വദിച്ചിട്ടുള്ളത് പരമശിവൻ മാത്രമാണ്. അപ്പൊ ആ മഹാദേവന്റെ പ്രസാദം ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മഹാദേവന്റെ അനുഗ്രഹാശിസ്സുകൾ ലഭിക്കുകയാണെങ്കിൽ ആ ദേവിയുടെ സൗന്ദര്യത്തെ ഒരു നോക്ക് കാണുവാൻ സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ദേവനർത്തകിമാര് മനസ്സുകൊണ്ട് വളരെയധികം കഠിനങ്ങളായിട്ടുള്ള തപസ് ചെയ്താൽ പോലും പ്രാപിക്കാത്തതായിരിക്കുന്ന ആ ഭഗവാന്റെ മഹാദേവന്റെ സായുജ്യത്തെ അല്ലെങ്കിൽ ആ ദേവനെ മനസ്സുകൊണ്ട് പ്രാപിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമികള് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവതി മഹാലാവണ്യശേവധിയാണ് എന്നതിന് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. വാഗ്ദേവതമാര് വളരെ മനോഹരമായിട്ടുള്ള നാമം കൊണ്ടാണ് ഭഗവതിയുടെ ആ സൗന്ദര്യത്തെ ഈ നാമത്തിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. നമസ്തേ.